എന്തെല്ലാം പ്രതിഷേധങ്ങളുണ്ടായാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും കടലാസിൽ ഒതുങ്ങില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരയിൽ കല്ലുകൾ ഇനിയും പിഴുതെറിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ കല്ലുവാരി കൊണ്ടുപോയാൽ സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നാടെങ്ങും പ്രതിഷേധം കടുക്കുമ്പോഴാണ് പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന സർക്കാർ പ്രഖ്യാപനം. പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും സർക്കാർ നടപ്പാക്കാതെ പോകില്ല. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ വികസന വിരുദ്ധരുടെ പ്രതിഷേധമാണെന്നും KSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും കല്ലുകൾ ഇനിയും പിഴുതെറിയുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതിനൊരു സർവേ നടത്തിയിട്ടില്ല, ജിയോളജിക്കൽ സ്റ്റഡി നടത്തിയിട്ടില്ല, ജിയോ ടെക്നിക്കൽ സ്റ്റഡി നടത്തിയിട്ടില്ല, ലൊക്കേഷൻ സർവേ നടത്തിയിട്ടില്ല, അലൈൻമെന്റ് ഇല്ല, എസ്റ്റിമേറ്റ് ഇല്ല, എത്രമാത്രം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുമെന്നതിൻ്റെ കണക്കില്ല. പിന്നെ എന്ത് DPR ആണ്? ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ? അപ്പം തട്ടിക്കൂട്ടിയ അബദ്ധ പഞ്ചാംഗമാണ് DPR. ഇങ്ങനൊരു പദ്ധതി കേരളത്തിൽ നടത്താൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അതിനോടൊപ്പമാണ്. ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുകയാണ്. കല്ലുവാരി കൊണ്ടുപോയാൽ സിൽവർ ലൈൻ പദ്ധതിയെ തകർക്കാനാകില്ലെന്ന് സതീശന് കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി. പദ്ധതിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി കേരളത്തിൽ കലാപമുണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും കോടിയേരി വിമർശിച്ചു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കല്ലിടുന്ന സ്ഥലത്ത് പോയി കോൺഗ്രസുകാർ കല്ല് വാരിക്കൊണ്ടുപോകും. അവർക്ക് കല്ല് കുറച്ച് വേണമെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും എത്തിച്ചു കൊടുക്കാം. പക്ഷെ ഈ കല്ല് കൊണ്ടുകൊണ്ട കാര്യമുണ്ടോ? കുറച്ച് കല്ല് വാരി കൊണ്ടുപോയാൽ ഈ പദ്ധതി തടയാൻ സാധിക്കുമോ? ഇത്ര രീതിയിൽ ചിന്തിക്കുന്നൊരു പ്രതിപക്ഷം കേരളത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഒരു നശീകരണ രീതിയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം ചിന്തിക്കുന്നത്. ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ സജീവമായി രംഗത്തിറങ്ങിക്കൊണ്ട് LDF ഗവൺമെന്റ് പിന്നിൽ, വികസന പദ്ധതികൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കണം. കേരളത്തിന്റെ ഭാവി മുന്നിൽ കണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും പ്രധാനമാണെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിന്റെ നാനാവിധമായ മാറ്റം ഉറപ്പുവരുത്തിക്കൊണ്ട് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും ഇന്ന് സമരമുഖത്ത് കൂടുതൽ സജീവമായി. ന്യൂസ് ഡെസ്ക്, News 18. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം. മലപ്പുറം, തിരൂരിലും ചോറ്റാനിക്കരയിലും സിൽവർ ലൈൻ കല്ലുകൾ പിഴുതെറിഞ്ഞു. ഇന്നലെ പ്രതിഷേധമുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി വി. മുരളീധരനും കോഴിക്കോട് കല്ലായിയിൽ K. സുരേന്ദ്രനും സന്ദർശിച്ചു. സിൽവർ ലൈൻ കടന്നുപോകുന്ന വില്ലേജുകളിൽ UDF നടത്തുന്ന പ്രതിഷേധ ജനസദസ്സുകൾക്ക് ഇന്ന് വൈകിട്ട് ചെങ്ങന്നൂർ മുളക്കുഴയിൽ തുടക്കമാകും. സ്ഥലം വിട്ടേ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ തോന്നുമ്പോ വരെ ഓരോ കുറ്റക്കൊന്നും പറ്റൂല. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മലപ്പുറം, തിരൂരിലും എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലുമാണ് ഇന്ന് പ്രതിഷേധം അലയടിച്ചത്. തിരൂർ വെങ്ങലൂരിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് ജുമാ മസ്ജിദിന്റെ പറമ്പിൽ കല്ലിടുന്നത് ഒഴിവാക്കി. വീടുകളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചെങ്കിലും നാട്ടുകാർ പിഴുതെറിഞ്ഞു. ചോറ്റാനിക്കരയിൽ നാട്ടുകാരുടെയും കോൺഗ്രസ് BJP പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാടത്ത് സ്ഥാപിച്ച സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് കല്ലിടിയിലിന് ഉദ്യോഗസ്ഥർ എത്തിയില്ല. പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് നടപടിയുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ സന്ദർശനം നടത്തി. മഞ്ഞക്കല്ലുമായി വന്നാൽ ഇതുവരെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യണമെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാത്ത പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുക്കൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെ ഇപ്പൊ നേരിടുന്ന അതേ രീതിയിൽ തന്നെ തുടർന്നും നേരിടും. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. സിൽവർ ലൈനെതിരെ പ്രതിഷേധം നടന്ന കല്ലായിയിൽ K. സുരേന്ദ്രൻ സന്ദർശനം നടത്തി. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. വളരെ സമാധാനപരമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതൊരു ദൗർബല്യമായിട്ട് സർക്കാരും പോലീസും കണക്കാക്കരുത്. ഈ പാവങ്ങളെല്ലാം സംഘടിപ്പിച്ച്
വലിയ തോതിലുള്ള ബഹുജന സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. സിൽവർ ലൈൻ കടന്നുപോകുന്ന വില്ലേജുകളിൽ UDF നടത്തുന്ന പ്രതിഷേധ ജനസദസ്സുകൾക്ക് വൈകിട്ട് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം ചെങ്ങന്നൂർ മുളക്കുഴിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം തിരൂരിൽ ഉച്ചയ്ക്ക് ശേഷം സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സർവേ തുടരും. ജനവാസ മേഖലകളിലാണ് സർവേ നടക്കുക. CV അനുമോദ് ചേരുന്നു. അനുമോദ്, രാവിലെ ജില്ലയിൽ വലിയ തോതിൽ അനിഷ്ട സംഭവങ്ങൾ, പ്രതിഷേധങ്ങളൊന്നും കാര്യമായി ഉണ്ടായില്ല. കാരണം ജനവാസ മേഖലകളിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഉച്ചയ്ക്ക് ശേഷം ജനങ്ങൾ പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂരിനടുത്ത് കുറ്റൂരിലാണ്. ഇവിടെ ഉച്ചയ്ക്ക് മുമ്പ് 12 മണിയോടെ ഒരു വീടിന്റെ അടുത്ത് കല്ലിടാനുള്ള ശ്രമം ഉണ്ടായി. മാത്രമല്ല ഇവിടെ പ്രതിഷേധം വകവയ്ക്കാതെ കല്ലിടുകയും ചെയ്തു. ആ കല്ല് ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ജനങ്ങൾ പിഴുതെറിയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്ന് രാവിലെ 3 ഇടങ്ങളിലാണ് ഇതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ കല്ലിടാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. പക്ഷേ ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ജനങ്ങൾ കല്ല് പിഴുതെറിയുകയും ചെയ്തു. ഒരു തരത്തിലും ഇത്തരത്തിലൊരു സർവേ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ നാട്ടിലെ പ്രദേശവാസികളായുള്ളവരെല്ലാവരും തന്നെ. കാരണം ഒരു തരത്തിലും ഇവരുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഇത് നമ്മളെ വികസനത്തിനെതിരല്ല, നമ്മളെ വീടൊന്നും പോണത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊരു ആയുസ് മുഴുവൻ ഇത് ഉണ്ടാക്കി വെച്ചതാണ്. അതൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണം അവർ ഇത് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട്. ഒരു തഹസീൽദാർ ആരും വന്നിട്ട് ആദ്യം മുന്നിൽ പറഞ്ഞിട്ടില്ല. ഇവർ പെട്ടെന്ന് ഒരു സർവേ ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു കൂട്ടം പോലീസുകാരുമായിട്ട് വന്ന് ചെയ്യുന്നൊരു ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി കിട്ടുന്നുണ്ട്. ഒന്നും ഒരു ഓഫീസർമാരും ഒന്നും മറുപടി പറഞ്ഞില്ല. അവർ പറയുന്നു ഈ കുറ്റി വെച്ചതിൻ്റെ അപ്പുറത്ത് കാണുന്നു പറഞ്ഞു, ചിലർ പറയുന്നു അപ്പുറത്ത് കാണുന്നു. 60 മീറ്റർ ഈ കുറ്റി വെച്ചതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് എല്ലാവരും പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പും കിട്ടുന്നില്ല? ഒരു ഉറപ്പും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം സർവേ നടത്തുന്നത് വീടിനപ്പുറത്തുള്ള സ്ഥലത്തേക്കാണല്ലോ അല്ലേ? എല്ലാം ഞങ്ങൾ തടയും പോയിട്ട്. എല്ലാവരും ഊണ് വെച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും സ്ത്രീകളെല്ലാവരും രംഗത്തിറങ്ങുന്നുണ്ട്. എല്ലാവരും കൂടി ഞങ്ങളെ അത് എതിർക്കും. രഞ്ജിത്ത്, അതാണ് അവസ്ഥ. ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീടിന് തൊട്ടടുത്താണ്. അവിടെയാണ് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള സർവേ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി പോകുന്നത്, ഇന്ന് സർവേ നടത്താനുള്ളതെല്ലാം ജനവാസ മേഖലകൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഉച്ചയ്ക്ക് കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടുത്തുകാരെല്ലാം തന്നെ പറയുന്നത്. കാരണം ഒരു തരത്തിലും സ്വന്തം പ്രദേശത്തിലൂടെ തങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കാതെ, ഉറപ്പ് കിട്ടാതെ ഇത്തരത്തിലൊരു സർവേ സ്വന്തം വീടിനടുത്തുകൂടെ, സ്വന്തം പറമ്പിലൂടെ അനുവദിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇവരെല്ലാം. ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ ഇവരൊക്കെ വലിയ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിച്ചവരാണ് ഈ നടപടിക്കെതിരെ. ഉച്ചയ്ക്ക് ഒരു കാലത്ത് വന്നുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾക്ക് ഇവിടെ കുറ്റി വെക്കണം, നിങ്ങളെ സ്ഥലം പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ സമ്മതിക്കുക? ഞങ്ങൾക്ക് ആദ്യം ഒരു മുന്നറിയിപ്പില്ല, ഒരു സർവേ നടത്തിയില്ല, ഞങ്ങളെ സർവേ നമ്പർ ഒന്നും ഇതിൽ വന്നിട്ട് പോലുമില്ല. ഉച്ചയ്ക്ക് ശേഷം സർവേ ഇനിയും തുടരുന്ന് പറയാണ് ഞങ്ങൾ ശക്തമായി എതിർക്കും. ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ ആണുങ്ങളെ ഞങ്ങളെ നാട്ടിൽ നിന്നാണ് കൊണ്ടുപോയി. ഞങ്ങൾക്ക് അവരെ കൊണ്ടേ ജയിലിലിട്ട്. പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാന്നാണ് അവർ വിചാരിക്കണേ. പക്ഷെ പെണ്ണുങ്ങൾ തിരിഞ്ഞോടൂല, അത് തീർച്ചയാണ്. ഈ പെണ്ണുങ്ങൾ തിരിഞ്ഞോടൂല. ഞങ്ങൾ ഇതിനൊരു അന്ത്യം കുറിച്ചിട്ട് തന്നെ പോവുള്ളൂ. അത്രയും ഉറച്ച നിലപാടാണ്, അത്രയും ധൈര്യത്തോടെ തന്നെയാണ് ഇവർ പറയുന്നത്. ഈ തരത്തിലൊരു സർവേ ഇവിടെ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ പരസ്യമായിട്ട് തന്നെ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, CV അനുമോദാണ് ചേർന്നത്. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ജിജി ഫിലിപ്പിനെതിരെ പോലീസ് ബാലാവകാശ നിയമപ്രകാരം കേസെടുത്തു. കുഞ്ഞുമായി സമരത്തിൽ പങ്കെടുത്തുവെന്ന് ആരോപിച്ചാണ് കേസ്. അതേസമയം വീട്ടുമുറ്റത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് മകൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ വന്നത് എന്ന് ജിജി ഫിലിപ്പ് ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസിന്റെ കേസിൽ ഭയമില്ല എന്നും ശക്തമായി തന്നെ സമരരംഗത്ത് തുടരുമെന്നും ജിജി വ്യക്തമാക്കി. കേസ് അവർ നടത്തട്ടെ. കാരണം എന്റെ വീടിന്റെ മുന്നിരുന്നല്ലേ, ഞാൻ എന്റെ വീട്ടിലിരുന്ന എന്നെ അവിടെ വന്ന് വലിച്ചഴിച്ചോണ്ട് പോയതാ. അതിന് കേസ്. അപ്പോൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്താണ് അതിന്റെ മൂല്യം? എന്താണ്? മോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മോളെ കണ്ടില്ല. അവൾ എപ്പോഴാണ് എന്റെ അടുക്ക് വന്നിരുന്നതും ഞാൻ കാണുന്നില്ല. കേസ് വരുന്ന വഴിക്ക് നമുക്ക് അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നേരിടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാറില്ല, അത് മാറില്ല. കാരണം എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പാടില്ല. 72 വയസ്സുള്ള പ്രായമായ ഒരു അമ്മയുണ്ട്, 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എവിടെ ഇറങ്ങുക? സിൽവർ ലൈൻ സമരത്തിനിടെ സ്ത്രീകൾക്കെതിരായ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി.
മാർച്ച് UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ സ്ത്രീകളെ വലിച്ചിഴച്ചാൽ എന്തായിരിക്കും അനുഭവമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ ചോദിച്ചു. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സിൽവർ ലൈനിനെ എതിർത്താൽ K സുധാകരന്റെ നെഞ്ചത്തുകൂടി ട്രെയിൻ ഓടിച്ച് പദ്ധതി നടപ്പിലാക്കുമെന്ന് CV വർഗീസ് പറഞ്ഞു. മണ്ണെണ്ണ ഒഴിച്ച് ആളുകളെ കൊല്ലാനാണ് യൂത്ത് കോൺഗ്രസുകാർ സമരത്തിനിടെ ശ്രമിക്കുന്നത്. പാർട്ടിയെ സംരക്ഷിക്കാൻ കവലച്ചട്ടമ്പിയാവാനും തയ്യാറെന്നാണ് ഡീൻ കുര്യാക്കോസിന് CV വർഗീസിന്റെ മറുപടി. 5 വർഷക്കാലം കൊണ്ട് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും. പിണറായിയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അതിവേഗ റെയിൽവേ പറഞ്ഞതെങ്കിൽ ആ അതിവേഗ റെയിൽവേ ഇതിനെ ഓടിച്ചുകൊണ്ടായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. തടയാൻ വന്നാൽ അങ്ങനെ തടയാൻ വരുന്ന K സുധാകരന്റെ നെഞ്ചത്തൂടെ കെട്ടിക്കൊണ്ടുപോയി ഓടിക്കേണ്ടതാണ്. അവിടെ അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുക. അപ്പൊ സുധാകരൻ പറഞ്ഞു, കല്ല് ഞങ്ങൾ പിഴുതെടുക്കും. സുധാകരന്റെ മാത്രമല്ല, കോൺഗ്രസിനെ ആകെ പിഴുതെടുത്തോണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾ. ഇനി ഒരിടത്തും പിഴാനില്ല. അങ്ങനെ കല്ല് പിഴുകാൻ പോയല്ലോ. അതിൽ ഒത്തുചേർന്ന് അവസാനം എന്ത് ചെയ്യുക? അവിടെ സമരം നടത്തുക. ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ, എന്താണ്? യൂത്ത് കോൺഗ്രസുകാരൻ മണ്ണെണ്ണ കൊണ്ടുപോയി എല്ലാവരുടെയും ദേഹത്തെ കുഴിക്കുക. മണ്ണെണ്ണ കൊണ്ടുപോയി എല്ലാവരുടെ ദേഹത്തെ കുഴിക്കുന്നു. എല്ലാവരും തീ വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം നടത്തുമ്പോൾ പദ്ധതിയെ പരോക്ഷമായി അനുകൂലിച്ച് കോൺഗ്രസ് നേതാവ് KV തോമസ്. കൊച്ചി മെട്രോ, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നീ പദ്ധതികൾ വന്നപ്പോഴും ഇതുപോലെ പ്രതിഷേധമുണ്ടായിരുന്നുവെന്ന് KV തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. പിണറായി വിജയന്റെ കഴിവുകൊണ്ടാണ് മുടങ്ങിക്കിടന്ന ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്ക് അടിയിലെ ബോംബാണെന്ന് പറഞ്ഞ ഒരാൾ പിണറായി മന്ത്രിസഭയിലുണ്ടെന്ന് ഓർക്കണമെന്നായിരുന്നു KV തോമസിന് VD സതീശന്റെ മറുപടി. അദ്ദേഹം ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പിന്നെ ഗെയിൽ പദ്ധതി ഞാൻ കൂടി പങ്കാളിയായ ക്യാബിനറ്റിൽ കൊണ്ടുവന്നാണ് ഗെയിൽ. ആ പദ്ധതിക്കെതിരായിട്ട് വൈപ്പിലുണ്ടായ സമരം അത് 1 ഇഞ്ച് മുന്നോട്ട് പോയില്ല. പിന്നീട് വരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരോടും അന്നത്തെ പ്രധാനമന്ത്രി എന്ത് പറ്റി ഗെയിലിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചിലവഴിച്ച പദ്ധതി അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചെയ്തു എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. പലരും നോക്കിയിട്ടും നടക്കാതെ മുടങ്ങിക്കിടന്ന ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിയത് മുഖ്യമന്ത്രിയുടെ കഴിവുകൊണ്ടാണ്. കൊച്ചി മെട്രോ, നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങിയ പദ്ധതികൾ വന്നപ്പോഴും ഇതുപോലെ പ്രതിഷേധമുണ്ടായിരുന്നുവെന്നും KV തോമസ് പറഞ്ഞു. ഉദാഹരണമായിട്ട് മെട്രോ വരുന്നു. കൊച്ചിൻ മെട്രോ എന്ന് പറയുന്നത് മെട്രോ വരുമ്പോൾ ലാഭകരമായി പോകുന്നു വിചാരിച്ചു കൊണ്ടുവന്നതല്ല, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി ഇപ്പം ലാഭമല്ലോ വിചാരെങ്കിലും ഇപ്പം പ്രത്യേക സാഹചര്യത്തിൽ ലാഭത്തിലേക്ക് വന്നു. തോമസ് മാഷിന്റെ പിണറായി അനുകൂല പ്രസ്താവനയ്ക്ക് VD സതീശന്റെ മറുപടി ഇങ്ങനെ: UDF ഭരിക്കുന്ന കാലത്ത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെതിരായി സമരം ചെയ്തിട്ട് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭീതിപ്പെടുത്തിയ ഒരാൾ പിണറായി മന്ത്രിസഭയിലുണ്ട്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുക? അതൊക്കെ തോമസ് മാഷോട് ചോദിച്ചാൽ മതി. CPMന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക KPCC ആണെന്നും KV തോമസ് പറഞ്ഞു. പാർട്ടിയുമായി ഇക്കാര്യം കൂടിയാലോചിച്ചിട്ടുണ്ട്. പങ്കെടുക്കേണ്ടെന്ന് പാർട്ടി അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. KPCC അധ്യക്ഷൻ മുന്നോട്ട് വച്ച പേര് തള്ളിയാണ് JB മേത്തർക്ക് രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. JB മേത്തറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ എതിർപ്പുള്ളവർ ഉണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ എതിർപ്പുകൾ പരസ്യമാക്കാൻ ആരും തയ്യാറല്ല. ഹൈക്കമാൻഡ് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ M ലിജുവിന് തടസ്സമായപ്പോൾ VD സതീശനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് JB മേത്തറെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. A ഗ്രൂപ്പുകാരിയാണെങ്കിലും ഗ്രൂപ്പിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ JB മേത്തർ ഉൾപ്പെട്ടിരുന്നില്ല. പരിഗണിച്ച പല പ്രമുഖർക്കും മാനദണ്ഡം തടസ്സമായപ്പോൾ VD സതീശനാണ് പുതിയ പേര് ഉയർത്തിക്കാട്ടിയത്. ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ മറ്റു പല പേരുകളുമായിരുന്നെങ്കിലും KC വേണുഗോപാലും VD സതീശനും നടത്തിയ നീക്കം അംഗീകരിക്കേണ്ടി വന്നു. ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള കോൺഗ്രസ് പാർട്ടി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എല്ലാ മൂല്യങ്ങളും അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ഒരു പോരാളി, ഒരു യുവ പോരാളിയായാണ് കോൺഗ്രസ് പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഉമ്മൻചാണ്ടിയും സതീശനും തമ്മിൽ ഇന്നലെ കൂടിയാലോചന നടത്തി. കേരളത്തിൽ നിന്നും കൈമാറിയ 3 പേരുകളിൽ JB മേത്തർ ഉൾപ്പെട്ടതിങ്ങനെയാണ്: ഇതൊക്കെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത പ്രവർത്തകരാണ്. ഞങ്ങൾ അനിയന്മാരെ പോലെ കൊണ്ടുനടക്കുന്ന ആളാണ്. അവരെയൊന്നും ആരും ഉപദ്രവിക്കുക, അതൊക്കെ വെറുതെ. KPCC അധ്യക്ഷൻ K സുധാകരൻ M ലിജുവിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ലിജുവിന് മാനദണ്ഡം തടസ്സമാകുമെന്നത് മുന്നിൽ കണ്ട് പ്രത്യേകമായി പരിഗണിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് മറികടന്നാണ് JB മേത്തർ സ്ഥാനാർത്ഥിയായത്.
ഞാൻ പൂർണ്ണ തൃപ്തനാണ്. ACC നേതൃത്വത്തിനകത്ത് അവർക്ക് ആരെയും, ആ 4 പേരിൽ ആരെയും തിരഞ്ഞെടുക്കാമെന്ന ഉറപ്പിലാണല്ലോ ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിനകത്ത് അവർ തിരഞ്ഞെടുത്തു. ജെബി മേത്തറുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചില കോൺഗ്രസ് അനുകൂലികൾ പ്രതിഷേധ നീക്കം നടത്തുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. ഞങ്ങളതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് പാർട്ടി ലീഡർഷിപ്പ് എടുത്ത തീരുമാനം, ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിച്ച് നമുക്ക് ഒരാളിനെ രാജ്യസഭയിലോട്ട് വിടാൻ പറ്റും. ആ പോസ്റ്റിലേക്ക് ജെബി മേത്തർ വന്നതിൽ സന്തോഷമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കോൺഗ്രസിന് കേരളത്തിൽ നിന്നും ഒരു വനിതാ രാജ്യസഭാ അംഗമുണ്ടാവുന്നത്. ഇടതു സ്ഥാനാർത്ഥികൾക്ക് മുകളിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന മികച്ച തീരുമാനമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. തിങ്കളാഴ്ച ജെബി മേത്തർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ഥാനമാനങ്ങൾ മോഹിച്ച് പാർട്ടിയിലേക്ക് വന്ന ആളല്ലതാണെന്ന് അഡ്വക്കേറ്റ് എം ലിജു. രാജ്യസഭയിലേക്ക് ജെബി മേത്തറെ സ്ഥാനാർത്ഥിയാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന തീരുമാനമാണ് നേതൃത്വമെടുക്കുകയെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ജെബി മേത്തറെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തെ കെ മുരളീധരനും കെ വി തോമസും സ്വാഗതം ചെയ്തു. സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ ജയപരാജയങ്ങൾക്കപ്പുറത്ത് വിശ്വസിക്കുന്ന ഒരു ആദർശം എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ അടുപ്പവും എന്റെ സ്നേഹവും എന്റെ വിശ്വാസവും ആ പ്രത്യയശാസ്ത്രത്തോടാണ്. ആ പ്രസ്ഥാനത്തെ അവസാനഘട്ട പരിഗണന വരെ ഉണ്ടായിരുന്നതാണ് KPCC എന്നെ കഴിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു എങ്കിൽ നമ്മൾ മാത്രമാണ് അർഹരെന്ന് സ്വയം കരുതുന്ന അർത്ഥമില്ലല്ലോ. അർഹതയുള്ള നിരവധി ആളുകളുണ്ട്. 42 വർഷങ്ങൾക്ക് മുമ്പ് ഈലാതാമരം എന്നെ അന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പല ഘടകങ്ങളും ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം സഹായിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നിരാശയുടെ ഒരു പ്രശ്നവുമില്ല. KPC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ കൊടുത്ത 2 പേരിലൊന്ന് തള്ളിയിട്ടുണ്ടല്ലോ മുമ്പ്. ജെബിയുടെ സെലക്ഷൻ വളരെ ഉചിതമായി അർഹതപ്പെട്ട ഒരു പെൺകുട്ടി. ഈ പാർട്ടിയൊരു വലിയ പ്രസ്ഥാനമാണ്. ഇതിനകത്ത് പരിചയസമ്പന്നരായ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇതെല്ലാം ചേർന്നൊരു മൂവ്മെൻ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യസഭാ സീറ്റ് നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി LJD. വിലപേശലിന്റെ ഭാഗമായാണ് CPIക്ക് സീറ്റ് നൽകിയതെന്ന് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. കേരളയിലടക്കം CPI ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കൗതുകത്തോടെ കാത്തിരിക്കുന്നു. മദ്യനയം, ലോകായുക്ത എന്നിവയിൽ CPIയുടെ ഇനിയുള്ള നിലപാടിനായി കാത്തിരിക്കുന്നതായും ശ്രേയാംസ് കുമാർ പറഞ്ഞു. ബാർഗനിങ്ങിന്റെ ഭാഗം കണ്ടാൽ മതി. ഇനിയിപ്പം CPI എടുത്ത ചില പരസ്യ നിലപാടുകളുണ്ടല്ലോ, ആ നിലപാടുകൾ ഇനി എന്താണ് അവരെടുക്കുന്ന നിലപാടെന്ന് ഞങ്ങൾ കൗതുകത്തോട് നോക്കി നിൽക്കുകയാണ്. സിൽവർ ലൈനാണെങ്കിലും മറ്റേ ലോകായുക്ത ആണെങ്കിലും മദ്യനയാണെങ്കിലും അവർ കുറെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ മെഞ്ഞാന്ന് നിയമസഭയിൽ തിരിച്ചാണ് സംസാരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇനി അവരുടെ നയം എന്താണെന്നുള്ള അറിയാനുള്ള കൗതുകം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കപ്പടിക്കാൻ ബ്ലാസ്റ്റേഴ്സ്. ISL കലാശപ്പോരിനായി ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയം ഒരുങ്ങി. നാളെ രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് FCയും തമ്മിലുള്ള ഫൈനൽ. ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നിന്നും ജോയി നായർ ചേരുന്നു. ISL കലാശപ്പോരിനായി ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയം തയ്യാറായി കഴിഞ്ഞു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദ് FCയും തമ്മിൽ നാളെ രാത്രി 7:30 ഈ മൈതാനത്ത് ആവേശകരമായ പോരാട്ടം അരങ്ങേറുക. എന്തായാലും 2 ടീമുകളും മത്സരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ഇരു കോച്ചുമാരും അവസാന തന്ത്രങ്ങളും മെനഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഇവാൻ വുകാമോനോവിച്ചും അതുപോലെ തന്നെ ഹൈദരാബാദ് FCയുടെ പരിശീലകൻ മാനുവൽ മാർക്കേസും ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം 3ാം തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് എത്തുന്നത്. 2 തവണയും ഫൈനലിൽ കാലിടറി. അതേസമയം ഇത്തവണ മികച്ച ഫോമിലുള്ള മികച്ച നിരയുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കിരീടം നേടാൻ എല്ലാ സാധ്യതയും ടീമിന് കൽപ്പിക്കപ്പെടുന്നുണ്ട്. ആ ടീമിൻ്റെ സാധ്യതകൾ തന്നെയാണ് നിലനിർത്തിക്കൊണ്ട് വിശകലനങ്ങൾ വരുമ്പോൾ ഗോവയിലെ ഈ സ്റ്റേഡിയത്തിൽ നിന്നും കിരീടമുയർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും. ആദ്യ കിരീടത്തിൽ ചുംബിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഏവർക്കുമുള്ളത്. പ്രത്യേകിച്ചും ഈ ഗാലറി നാളെ നിറഞ്ഞു കവിയും. 18,000 പേർക്കാണ് ഈ സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ടിക്കറ്റുകൾ 100% വിറ്റുപോയിട്ടുണ്ട്. പ്രത്യേകിച്ചും നിരവധി മലയാളികൾ ഈ മത്സരം കാണാനെത്തും. ഈ ടിക്കറ്റ് എടുത്തവരിൽ കൂടുതലും മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം.
ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും നിരാശയുള്ള കാര്യം സഹലിൻ്റെ കാര്യം തന്നെയാണ്. സഹലിൻ്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല. 100% പരിക്ക് ഭേദമായാൽ മാത്രമേ സഹലിനെ കളിക്കളത്തിൽ ഇറക്കൂ എന്നാണ് കോച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിൽ കൂടി നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അദ്ദേഹം കളിക്കും എന്നുള്ളത്. എന്തായാലും മികച്ച താരനിരയുമായാണ് ഇരു ടീമുകളും നാളെ ഈ സ്റ്റേഡിയത്തിൽ കളത്തിലിറങ്ങുക. ആവേശകരമായ ഒരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു നിരാശ കൂടി, മഞ്ഞ ജേഴ്സിയിലായിരിക്കില്ല നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക. കാരണം ലീഗ് പോയിന്റ് നിലയിലെ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കറുത്ത ജേഴ്സിയിലായിരിക്കും നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ മത്സരത്തിനായി ഇറങ്ങുക. ആ കറുത്ത ജേഴ്സിയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ്സിയും തമ്മിലുള്ള പോരാട്ടം ആവേശകരമായ ഒരു പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. ജോയ് നായർ ഗോവയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇടുക്കി തൊടുപുഴയെ ചീനക്കുഴിയിൽ മകനടക്കം ഒരു കുടുംബത്തിലെ 4 പേരെ പിതാവ് തീ വെച്ചു കൊന്നു. ചീനക്കുഴി സ്വദേശി മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മഹറ, അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ഫൈസലിന്റെ 79 വയസ്സുള്ള പിതാവ് ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നടി ഭാവനയെ ക്ഷണിച്ചത് താനാണെന്ന് അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ താൻ എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ വിരുദ്ധമായിരിക്കില്ല. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ ഒരിടത്തും താൻ ന്യായീകരിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായാണ് ദിലീപിനെ ജയിലിൽ പോയി കണ്ടതെന്നും രഞ്ജിത്ത് തിരുവനന്തപുരത്ത് പറഞ്ഞു. ആ ദിവസങ്ങളിൽ